ഈ കട്ടപ്പാടത്ത് ശരിക്കും മാന്ത്രികനുണ്ടോ? എന്താണ് അതിന്റെ വിശേഷങ്ങള്? ഞാൻ കിച്ചു എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ കിച്ചു ചെമ്പരത്തിപ്പൂവ് ചന്തമല്ലെന്ന് പറഞ്ഞോ? അത് നിറയും എന്താന്ന് വെച്ച് കഴിഞ്ഞാ സുഗന്ധമല്ലേ. ആ വീട്ടിലൊരു അമ്മച്ചിയുണ്ട്, ഒരു പ്രായമുള്ളൊരു അമ്മച്ചി. ആ അമ്മച്ചിയുടെ സംസാരം ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പൊ ഞങ്ങളൊക്കെ പോയിട്ട് എന്തൊക്കെയാ അമ്മച്ചി ചുണ്ടല്ലേ. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ വലിയൊരു നാടകത്തിൽ അഭിനയിച്ചിട്ട് കേരളത്തിലെ മികച്ച ബാലനടനുള്ള അവാർഡ് എനിക്ക് കിട്ടി. അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ ഈ കലാകാരൻ കയറിയിരിക്കുന്നുണ്ട്. അറിയില്ല, അവിടുത്തെ പ്രിയപ്പെട്ട ആളുകളൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, വിനോദ് ഗൗർ ഒന്ന് വരണം, കുട്ടികളൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം, കുട്ടികളൊന്ന് ചിരിപ്പിക്കണം, അവരൊന്ന് സന്തോഷിപ്പിക്കണം. ഇഷ്ടം, എനിക്കിഷ്ടം, ആരോടും തോന്നാത്തൊരിഷ്ടം, ആദ്യമായി തോന്നിയൊരിഷ്ടം. Let's start. MCR. Let your style do the talking. MCR. ഇന്ന് കട്ടപ്പാടത്തെ മാന്ത്രികന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദ് ഗൗറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. എനിക്കറിയാം കുറേ പ്രൊമോഷന്റെ ഇടയിലാണല്ലേ 2 പടങ്ങളാണ് ഒരുമിച്ച് വരുന്നത്. മനോരഥങ്ങളിൽ എനിക്ക് തോന്നുന്നു ബാപ്പുട്ടിയുടെ അല്ലെങ്കിൽ ലാലേട്ടന്റെ ആ ഒരു ഓളവും തിരുവത്തിലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കട്ടപ്പാടത്തെ മാന്ത്രികൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കട്ടപ്പാടത്തെ മാന്ത്രികന്റെ വിശേഷങ്ങളായിട്ടാണ്. ഈ കട്ടപ്പാടത്ത് ശരിക്കും മാന്ത്രികനുണ്ടോ? എന്താണ് അതിന്റെ വിശേഷങ്ങള്? മാന്ത്രികനുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ഇതിനകത്ത് അഭിനയിച്ച ഈ പ്രൊമോഷൻ വരുന്ന എല്ലാവരുടെയും ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും മാന്ത്രികൻ ആരാന്ന് പറയരുതെന്നാണ്. അത് സിനിമ കാണുമ്പോൾ പ്രേക്ഷകർ കണ്ടാൽ മതി എന്നാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു ജിജ്ഞാസയുണ്ട്, മാന്ത്രികൻ ഞാനാണോ സുമിത്ത ആണോ, ഇനി ആരായിരിക്കും, എന്താണ് ഈ മാന്ത്രികൻ, ശരിക്കും ജാലവിദ്യക്കാരനാണോ എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ജാലവിദ്യക്കാരനൊന്നുമല്ല. സാധാരണ നമ്മളിപ്പോൾ നന്നായിട്ട് നല്ല കാലിബറുള്ള ആളുകളെ മാന്ത്രികൻ എന്ന് പറയും. ഇപ്പം മാന്ത്രിക വിരലുകളായ ആൾക്ക്, ഇപ്പം നന്നായിട്ട് ഓർഗൻ വായിക്കുന്ന അല്ലെങ്കിൽ ഹാർമോണിയം വായിക്കുന്ന ആളുകളോട് പറയും മാന്ത്രിക വിരലുകളാണ് അയാൾ. ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കരുത്. അപ്പം അങ്ങനെ പല രീതിയിലും മാന്ത്രികന്മാരുണ്ട്. ആ കൂട്ടത്തിലൊരു മാന്ത്രികൻ, കട്ടപ്പാടെന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ആ ഗ്രാമക്കാരുടെയൊക്കെ പ്രിയങ്കരനായിട്ടൊരു മാന്ത്രികൻ വരുന്നു. അതാണ് മാന്ത്രികൻ. എന്തായാലും ഒരു അച്ഛന്റെ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു സുമിത്താണ് മകനായിട്ട് ചെയ്യുന്നത്. സുമിത്തും സാറുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ആണ് കൂടുതൽ നിട്ടു. ചിരിക്കാൻ ഞങ്ങൾക്ക് വകയുണ്ടാവും? അയ്യോ, ചിരിക്കാൻ ഞാൻ ഈ സിനിമയിൽ ചിരിപ്പിക്കുന്നില്ല, ഞാൻ ചിന്തിപ്പിക്കുന്നേ ഉള്ളൂ. പക്ഷെ സുമിത്തിൻ്റെ കൂട്ടുകാരും ചേർന്ന് ഒരുപാട് ചിരി മുഹൂർത്തങ്ങൾ ഉണ്ടാക്കും. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വേഷമാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് 2014 ഞാൻ മമ്മൂക്കയുടെ കൂടെ വർഷം എന്നൊരു സിനിമ ചെയ്യുന്നത്. വർഷം സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് 2014 എനിക്കൊരു ഷോർട്ട് ഫിലിമിലെ അഭിനയത്തിന് ഒരു ഇൻ്റർനാഷണൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ അവാർഡ് കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് എന്നെ മമ്മൂക്ക ആ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അത് വളരെ സീരിയസ് വേഷമായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം എനിക്ക് കിട്ടുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വേഷമാണ് കട്ടപ്പാടത്തെ മാന്ത്രികനിലെ കുഞ്ഞിരാമൻ എന്ന കഥാപാത്രം. ഈ കഥാപാത്രത്തെ കാണുമ്പം സങ്കടമാണ് നമുക്ക് വരിക. കാരണം ഒരു പാവപ്പെട്ട വീട്ടിലൊരച്ഛൻ, അന്നന്ന് കിട്ടുന്ന കൂലിപ്പണി കൊണ്ട് ജീവിക്കുന്ന ഒരു അച്ഛനാണ്. അമ്മയ്ക്ക് ജോലിയില്ല, ഒരു മകൻ. അപ്പോൾ ഈ അച്ഛന് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അച്ഛന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും കൊണ്ടൊക്കെ ആയിരിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ മോഹം അദ്ദേഹത്തിൻ്റെ മകനിലൂടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കണം എന്നാണ്. അതിനുവേണ്ടി ഈ അച്ഛൻ നടത്തുന്ന സാഹസങ്ങളും പിന്നെന്താ പറയുക, ഹാർഡ് വർക്കുമാണ് ഈ സിനിമ. അപ്പം അതിനുവേണ്ടി അച്ഛൻ അങ്ങോട്ട് ഇറങ്ങി തിരിക്കുകയാണ്. കയ്യിൽ കാശുണ്ടോ എന്നൊന്നും നോക്കിയിട്ടില്ല, കഷ്ടപ്പാടാണ്. എന്നാലും മകനെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ട് നടക്കുന്നൊരു അച്ഛനാണ്. അപ്പോൾ ഈ അച്ഛനോട് എല്ലാവർക്കും സഹതാപമാണ് തോന്നുക. അതിന് പുറമെ ഒന്നുകൂടി ഈ അച്ഛനോട് ഇൻറ്റിമസി കിട്ടാൻ ഈ അച്ഛൻ സംസാരിക്കാൻ പ്രയാസമുള്ള ഒരാളാണ്, വിക്കുള്ള ഒരാളാണ്. ഇപ്പം മകനോട് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യം പറയുമ്പം അവൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് കിച്ചു എന്നാണ്. കിച്ചു. അപ്പം ഞാൻ കിച്ചു എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ
കിച്ചു എന്നേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അത്രയും പ്രയാസപ്പെട്ട് വിളിക്കുമ്പോൾ അവൻ എന്താ വെച്ചാൽ അച്ഛൻ അച്ഛൻ പറയണത് മോന് മനസ്സിലാവുണ്ടല്ലോ അല്ലേ എന്ന് പറയുന്ന ഒരു അച്ഛനോട്, ഒരു കഥാപാത്രത്തോട് നമുക്ക് തൊയ്യോ എന്തൊരു പ്രയാസമാണ്, അല്ലെങ്കിലേ കഷ്ടപ്പാട്, അതിൻ്റെ കൂടെ ഇയാൾക്ക് വിക്കും കൂടി കൊടുത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് എൻ്റെ ക്യാരക്ടർ. ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ വീട്ടിൽ വന്നിട്ട് കണ്ണു നിറഞ്ഞോ? അതെ, നിറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പോ അച്ഛന്റെ കാര്യം പറഞ്ഞല്ലോ, അച്ഛന് ഇക്കുള്ള ഒരു കഥാപാത്രമാണെന്ന്. എൻ്റെ അച്ഛൻ കാലിന് വയ്യാത്ത ഒരാളാണ്. അപ്പം ചെറുപ്പം മുതലേ അച്ഛൻ്റെ കൂടെ പോകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കളിയാക്കാറുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ അച്ഛനുമായിട്ട് റിലേറ്റ് ചെയ്തു പോയി. കുഴപ്പമില്ല, അങ്ങനെ കളിയാക്കാനൊന്നും പാടില്ല ഒരിക്കലും. ആ കളിയാക്കുന്ന ആളുകൾ, വെൽ മാനേർഡ് പേഴ്സൺ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ കളിയാക്കുന്ന ആളുകൾ അയാൾ ഈ ഭൂമിക്ക് ഭാരമാണ്, അങ്ങനെയാണ് പറയാൻ പാടുള്ളൂ. സർ പറഞ്ഞു, നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഈ ഫൈസൽ ഹുസൈൻ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞത്, ഇതൊരു ഷോർട്ട് ഫിലിമാണ് വിനോദേട്ട, ഒരു അച്ഛൻ്റെയും മകൻ്റെയും വൈകാരിക ബന്ധമുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്, ഒരു അരമണിക്കൂർ ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഫൈസലിനോട് പറഞ്ഞു, ഫൈസലേ എന്തുകൊണ്ട് ഇതൊരു സിനിമയാക്കിക്കൂടാ? ഇതൊരു സിനിമയാക്കിയാൽ ഒരുപാട് ആളുകൾ കാണും. ഷോർട്ട് ഫിലിം ആക്കിയാൽ യൂട്യൂബിൽ വളരെ കുറച്ച് ആളുകൾ ഇത് കാണുള്ളൂ. ഇതിനൊരു സിനിമയ്ക്കുള്ള എല്ലാ വകുപ്പും ഉണ്ട്. നീ ഈ സ്ക്രിപ്റ്റ് ഒന്ന് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ ഇതൊരു സിനിമയായി. ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും, കാരണം നാട്ടുമ്പുറത്തിൻ്റെ കഥയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു മോട്ടിവേഷൻ കൊടുത്തപ്പം ഫൈസൽ എൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയി. പിന്നീട് ഫൈസൽ ഒരു മാസം കഴിഞ്ഞ് വരുന്നത്, വിനോട്ടാ പ്രൊഡ്യൂസറെ കിട്ടി, നമുക്ക് സിനിമയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് കട്ടപ്പാടത്ത് മാന്ത്രികൻ സിനിമയാവുന്നത്. പിന്നെ ആ സിനിമയ്ക്കൊപ്പം ഞാൻ നിന്നു കൊടുക്കുകയായിരുന്നു. ഞാനും സുമിത്തും, എൻ്റെ ഭാര്യയായിട്ട് സുമിത്തിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് പ്രിയ എന്ന് പറഞ്ഞൊരു നടിയാണ്. ഒരുപാട് സിനിമകളിലും നാടകങ്ങളൊക്കെ ഉള്ള ഞങ്ങൾ തമ്മിലുള്ള വല്ലാത്തൊരു ഇൻറ്റിമസി, കാരണം ഈ കുടുംബത്തെ എല്ലാവർക്കും ഇഷ്ടമാവും, കാരണം അത്രയും സ്ട്രഗിൾ ചെയ്യുന്നൊരു കുടുംബമാണ്. പിന്നെ ഒരു തമാശ എന്നൊക്കെ പറയുന്നത്, ഇപ്പം ഈ കിച്ചുവിനൊരു ലവറുണ്ട്, അവളെ ചുറ്റിപ്പറ്റിയുള്ള കുറേ അവൻ്റെ പ്രണയ മുഹൂർത്തങ്ങളും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് ഇവിടെ പ്രണയിക്കാൻ പോകുന്നതും അവിടെയൊക്കെ നടക്കുന്ന കുറേ നല്ല രസങ്ങൾ. പിന്നെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. കുട്ടിക്കാലത്തും ഒരുപാട് തമാശകൾ ഉണ്ടാക്കുന്നൊരു ക്യാരക്ടറാണ് ഇവൻ്റെ ക്യാരക്ടർ. അപ്പോഴും ഞാനൊരു സീരിയസ് അച്ഛനാണ്, ഇവൻ്റെ കുസൃതികളൊക്കെ നോക്കി കാണുന്ന ഒരു അച്ഛനാണ്. അമ്മയാണ് ഇവനെല്ലാം സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ രസങ്ങൾ സിനിമയിലുണ്ട്. പിന്നെ മനോഹരമായ 2 പാട്ടുകളുണ്ട്. ഒന്നൊരു പ്രണയഗാനമാണ്, ഒന്നൊരു ടൈറ്റിൽ സോങ് ഉണ്ട്, പിന്നെ ഒരു സെൻറ്റിമെൻറ്റ് സോങ് വേറെ ഉണ്ട്, ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ കാണിക്കുന്നൊരു. അപ്പം സുമിത്തിൻ്റെ കിച്ചു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളാണ്, കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ. അവരൊക്കെ എനിക്ക് വേദന വരുമ്പം എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഒരു അധ്യാപകനുണ്ട്, കുറച്ച് കാശുള്ള ഒരാളുണ്ട്, അയാളൊക്കെയാണ് ഞങ്ങളെ സഹായിക്കുന്നതൊക്കെ വന്നിട്ട്. അങ്ങനെ ജീവിതഗന്ധിയായ ഒരു കഥയാണ്, ഒരു പച്ചപ്പിൻ്റെ കഥയാണ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. എല്ലാം ഗ്രാമാന്തരീക്ഷമുള്ള എന്താ പറയുക ലൊക്കേഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ ലൊക്കേഷൻ, പച്ചയായ മനുഷ്യർ. പിന്നെ ഒരു 100ഓളം കഥാപാത്രങ്ങൾ ഇതിനകത്ത് പുതുമുഖങ്ങളായിട്ടുണ്ട്. അവരൊക്കെ പുതുമുഖങ്ങളാണെങ്കിൽ പോലും അവരൊക്കെ ഒരു സിഗ്നേച്ചർ ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ചെയ്യുന്നത് ചെറിയൊരു വേഷമാണെങ്കിൽ പോലും അത് വളരെ, കാരണം ഡയറക്ടർക്ക് ഉപരി ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. ചില ആളുകൾ എൻ്റെ മുന്നിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വിനോദേട്ടൻ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുക. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പാളിച്ച് പറ്റുമ്പോൾ ഞാൻ അവർക്ക് തിരുത്തി കൊടുക്കും. അങ്ങനെയല്ല, നിങ്ങൾ അങ്ങോട്ട് നോക്കരുത്, എന്തിനാണ് നിങ്ങൾ വീട്ടിൽ ജീവിക്കുന്ന പോലെ പറയൂ, എന്തിനാണ് അങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ, ഒന്നുകൊണ്ടും പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുക്കുമ്പോൾ അടുത്ത ടേക്ക് അവർ ഓക്കെ ആക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന് അഭിനയിച്ചു പോയ ഒരുപാട് പേരും ഈ സിനിമയിലുണ്ട്. ഇപ്പോൾ വിനോദേട്ടൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ അത്രയും അധികം ഒരു പാഷനാണ് വിനോദേട്ടന്. എപ്പോഴും പറയാറുണ്ട്, എന്നും പറയുന്ന ഒരു കാര്യമാണ്. അത്രയും പാഷനേറ്റ് ആയതുകൊണ്ട് തന്നെയാണോ ഈ പുതുമുഖങ്ങളെ ഒരുപാട് കൂടെ ചേർത്ത് പിടിക്കുന്നത്? അതെ, കാരണം അതിപ്പം ഞങ്ങൾ തൊട്ട് മുമ്പ് മറുമായത്തിൻ്റെ സിനിമ വന്നു, പഞ്ചായത്ത് ചിട്ടി. ഈ പഞ്ചായത്ത് ചിട്ടി സിനിമയിൽ ഞങ്ങൾ മറുമായത്തിൽ 9 പേരാണ് മെയിൻ ക്യാരക്ടർ ചെയ്യണം. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് അവസരം കൊടുത്തിരിക്കുന്നത് 100ഓളം പേർക്കാണ്, 100ഓളം പുതുമുഖങ്ങൾ. കാരണം അവർക്കൊക്കെ എന്തൊരു സന്തോഷം എന്നറിയോ, ഇത്രയും കാലം നാടകത്തിലും മിമിക്രിയൊക്കെ കളിച്ച് നടന്ന ആളുകൾക്ക് സിനിമയിലൊരു അവസരം, അവർക്കൊരു ഡയലോഗൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ സന്തോഷം വലുതാണ്. അവരെന്നങ്ങനെ ഞങ്ങളൊക്കെ വിളിച്ച് പറയുന്ന നന്ദി ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഈ സിനിമയിലും, ഈ കട്ടപ്പാടത്തെ മാന്ത്രികയിലും ഫൈസലിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ പോയപ്പം ആ വീട്ടിലൊരു അമ്മച്ചിയുണ്ട്, ഒരു പ്രായമുള്ളൊരു അമ്മച്ചി. ആ അമ്മച്ചിയുടെ സംസാരം ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പം ഞങ്ങളൊക്കെ പോയിട്ട് എന്തൊക്കെയാ അമ്മച്ചി, എന്ത് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പം ഡയറക്ടർ വെറുതെ ചോദിച്ചു, അമ്മച്ചി ഞങ്ങളുടെ സിനിമയിൽ ഒന്ന് അഭിനയിക്കണോ?
ഒരു കൈ നോക്കാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചിയെ ഞങ്ങൾ ക്യാരക്ടറാക്കി. അമ്മച്ചിയുടെ കൂടെ ഞാനൊരു കോമ്പിനേഷൻ സീനൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് രസമായിട്ട് അമ്മച്ചി, ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോൾ അമ്മച്ചിയുടെ പെർഫോമൻസ് കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. അമ്മച്ചി ഇന്നിപ്പോൾ ആ നാട്ടിൽ താരാ, ഈ സിനിമയിൽ അഭിനയിച്ചു സിനിമാ നടിയായെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും വന്ന് കളിയായിക്കൊണ്ടിരിക്കും. ഈ ഒരു സിനിമ ഒരു സിനിമ നടക്കുന്ന ആ ഒരു സമയത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു അടിപൊളി കോമഡി സസ്പെൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മുഹൂർത്തങ്ങൾ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിനോദേട്ടൻ എവിടെ പോയാലും അവിടെ ഒരു നർമ്മം എന്തായാലും ഉണ്ടാവും. അപ്പം സെറ്റില് അങ്ങനെ എന്തെങ്കിലും ഒരു നർമ്മ മുഹൂർത്തം ഓർമ്മയുണ്ടോ? സെറ്റിൽ ഇപ്പം ഞാൻ അഭിനയിക്കാത്ത സമയത്ത് ഞാൻ ചില തമാശകളൊക്കെ പറയുമ്പോൾ പലരും ചിരിക്കും. അങ്ങനെയുള്ളത് എൻ്റെ ഉള്ളു. അങ്ങനെ ഒരു ഓർമ്മിക്കപ്പെടുന്ന ഒരു കാരണം, ഞാൻ ഈ സെറ്റിൽ ചിലപ്പോൾ ഞാൻ ഭയങ്കര സീരിയസ്, എന്നെ എല്ലാവരും അങ്ങനെ കാണുള്ളൂ. കാരണം കുഞ്ഞിരാമേട്ടൻ വന്നു എന്നുള്ളൊരു, കാരണം ഞാൻ കുറച്ച് പ്രായമുള്ള ഒരു ഏജുള്ള ക്യാരക്ടറാണ് ശരിക്കിനകത്ത്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബഹുമാനവും കാര്യങ്ങളും. അപ്പോൾ ഡയറക്ടറാണെങ്കിൽ പോലും വിനോദം ഇരിക്കട്ടോ, അപ്പോൾ എല്ലാവരും വന്നത്, എല്ലാവരും എനിക്കൊരു വല്ലാത്തൊരു ബഹുമാനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സീരിയസ് ആയി പടത്തിൽ. പിന്നെ ഈ കിച്ചുവിൻ്റെ, അതായത് നമ്മുടെ സുമിത്തിൻ്റെ ഭാഗങ്ങൾ അഭിനയിക്കുമ്പോഴൊന്നും ഞാൻ സ്ഥലത്തില്ല. അവനും കൂട്ടുകാരും തമ്മിലുള്ള ഒരു വേഷം വേറെ തന്നെയാണ്. ഈ വീട്ടിലെ പ്രശ്നങ്ങളിൽ മാത്രമാണ് എൻ്റെ ക്യാരക്ടർ വന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഓർമ്മിക്കപ്പെടുന്നൊരു തമാശകളൊന്നും മനസ്സിൽ വരുന്നില്ല, പെട്ടെന്ന് വരുന്നില്ല. പക്ഷെ വേദനിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് വേണ്ടല്ലോ, ഒരു വേദന എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സങ്കടമായതാ, അവിടെ നീ ചോദിക്കണ്ട. അത് പെട്ടെന്ന് റിലേറ്റ് ആയി. എനിക്ക് തോന്നുന്നു ഈ കഥ ഞാൻ ആദ്യം കാണുന്ന അല്ലെങ്കിൽ പോസ്റ്ററിൽ കാണുന്ന വിനോദേട്ടൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മള് ചിരിയാണ് എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എന്നോട് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട പലരും വിളിച്ചു, വിനോട്ടാ ചിരിക്കാനുള്ള സിനിമയായിരിക്കുമല്ലേ, വിനോട്ടനായിരിക്കുമല്ലേ മെയിൻ ചിരിക്കാരൻ. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാൻ ഈ സിനിമയിൽ ചിരിപ്പിക്കുന്നില്ല, നിങ്ങളെ ചിന്തിപ്പിക്കുന്നുള്ളൂ, വേദനിപ്പിക്കുന്നേ ഉള്ളൂ. ചിരിപ്പിക്കണമൊക്കെ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. സുമിത്തിന് നല്ല പ്രേക്ഷകരുണ്ട്. സുമിത്ത് യൂട്യൂബിലൊക്കെ നല്ല വ്യൂവേഴ്സ് ഉള്ള, ഞാൻ ഉൾപ്പെടെ എല്ലാവരും കാണുന്ന ഒരുപാട് ഷോർട്ട് ഫിലിമുകളും അവൻ്റെതായിട്ടുള്ള കുറേ വീഡിയോസും ഇൻസ്റ്റയിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉണ്ട് അവന്. അപ്പോൾ അവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട്. പിന്നെ അതുപോലെ അവൻ്റെ കാമുകിയായിട്ട് അഭിനയിക്കുന്ന റീമയും ഒരു നല്ലൊരു നടിയാണ്. അവളും ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വളരെ സ്മാർട്ടാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കുറേ നല്ല ഫാൻസ് ഉണ്ട്, എനിക്കും കുറേ ഫാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി വരുമ്പോൾ സിനിമ എല്ലാവരും കണ്ടോളൂ, എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്ന പ്രതീക്ഷയിലാണ്. എന്തെങ്കിലും ഈ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിന്റെ ഇടയിൽ കുഞ്ഞു ചിത്രങ്ങള് മലയാളികൾ മറന്നു പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ? മറന്നു പോകുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പല സിനിമകളും വന്ന് 2 ദിവസമൊക്കെ തിയേറ്ററിൽ കളിച്ച് പോകുന്ന സിനിമകളുണ്ട്. പക്ഷേ സിനിമയിൽ കാതലായ എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ ആ സിനിമ കാണാൻ ആളുകൾ നിർബന്ധിതരാകും. ഫോർ എക്സാമ്പിൾ, തിങ്കളാഴ്ച നിശ്ചയം എന്നൊരു സിനിമ വന്നു. ആ സിനിമയിൽ ആരാളാണ് നമുക്കറിയുന്നത്? ആരുമില്ല. പക്ഷെ ആ സിനിമ എത്രയോ പേര് കണ്ടു. ആ സിനിമ ഭയങ്കര വിജയമായി. എനിക്കൊക്കെ ആ സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ സംവിധായകനെ പോയി കെട്ടിപ്പിടിക്കാൻ തോന്നിയില്ല. കാരണം ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു സിനിമ മൊത്തം ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഴിവാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും അഭിനയിക്കില്ല, ജീവിക്കുകയാണ്, അവർ പെരുമാറുകയാണ് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അസൂയ തോന്നിപ്പോയി അവരോട്. വളരെ കുറഞ്ഞ ബഡ്ജറ്റ് കൊണ്ടുണ്ടാക്കിയൊരു സിനിമയാണത്. പക്ഷെ അതേ സമയത്ത് കോടികൾ മുടക്കി വന്ന സിനിമ 3-4 ദിവസം തിയേറ്ററിൽ വന്നിട്ട് പോയി, ഒരാൾ പറഞ്ഞില്ല. നമുക്ക് ആ കഥ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പോലും അങ്ങനെ സിനിമകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയ്ക്ക് ശേഷമാണ് പലരും ഈ ഒരു ട്രാക്ക് ഇട്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ ആരും വേണ്ട. ഇപ്പോൾ മറുമായും സിനിമയിൽ ഞങ്ങൾ മറുമായും താരങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ സിനിമാക്കാർ ആരുമില്ല. ആ സിനിമ ഇപ്പോൾ 3-ാം വാരം ഓടി, ആളുകൾ കണ്ടല്ലോ, ഇഷ്ടംപോലെ ആളുകൾ തിയേറ്ററിൽ വന്ന് കണ്ട. 130 തിയേറ്ററിൽ റിലീസ് ചെയ്തു, 3 ആഴ്ച തിയേറ്ററിൽ ഓടി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഹാപ്പിയാണ്. കാരണം അയാൾക്ക് അത്രയും കാശ് ചിലവായിട്ടുള്ളൂ സിനിമയ്ക്ക്. ഈ സിനിമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഈ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ആൾ ഞാനാണ്. അയാൾ പോയിട്ട് ഒരു ആ പ്രൊഡ്യൂസർ ഭയങ്കര ഹാപ്പിയാണ്. അയാൾ ഓരോ ദിവസവും ലൊക്കേഷനിൽ വന്ന് എൻ്റെയൊക്കെ അഭിനയം കാണുമ്പോൾ അയാൾ വന്ന് ചോദിക്കും, അയ്യോ എങ്ങനെയാണ് വിനോദേട്ടാ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത്, ഗ്ലിസറിനിടാതെ എങ്ങനെ കരയാൻ പറ്റണത് എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഭയങ്കര അതിശയമാണ്. പിന്നെ അയാൾ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയ ആൾ. എത്ര കാശ് അയാൾ ചിലവാക്കണം ഈ ഒരു കൊഞ്ചു സിനിമയ്ക്ക് വേണ്ടി? ആരാതിനകത്തുള്ളതെന്ന് ചോദിച്ചാൽ വിനോദ് കൗറും സുമിത്തും, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ശിവജി ഗുരുവായൂർ എന്ന് പറഞ്ഞ നടനുണ്ട്, നമ്മുടെ ഷുക്കൂർ വക്കീലുണ്ട്. ഇങ്ങനെ വിരലുണ്ടാവുന്ന കുറച്ച് ആളുകളുണ്ട്, ബാക്കിയൊക്കെ പുതുമുഖങ്ങളാണ്. പക്ഷേ ഈ സിനിമയിലൊരു നന്മയുണ്ട്, ഒരു നല്ല കഥയുണ്ട്, അവിശ്വസനീയമായിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ മുഹൂർത്തങ്ങളുണ്ട്. കാരണം കഷ്ടപ്പാടല്ല. ഇപ്പൊ MIT മൂസ എന്റെ പ്രോഗ്രാം കണ്ടിട്ടില്ലേ? ഈ ഒരു പ്രോഗ്രാം വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ട സീരിയലിലൊക്കെ ഇപ്പോഴെങ്കിലും ഒരു ചെറിയ വീട് കണ്ടിട്ടുണ്ടോ? ഇല്ല. മാക്സിയിട്ട് ഒരു സ്ത്രീയെ കാണില്ല, അടുപ്പിൽ ഊതുന്നൊരു അമ്മയെ കാണില്ല, ദാരിദ്ര്യം പറയുന്നൊരു ഫാമിലിയെ കാണില്ല.
എല്ലാം 2 നിലയുള്ള വീട്. ആ വീട്ടിലെ ഗംഭീര ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നിട്ട് പൊങ്കച്ചം പറയുന്ന പട്ടുസാരി എടുത്ത് 10 പവൻ്റെ മാലയിട്ട അമ്മയൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ എമേറ്റി മൂസ വന്നപ്പം അടുപ്പിലൂതുന്ന ഒരു അമ്മയെ കണ്ടു. തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ദാരിദ്ര്യം പറയുന്ന ഒരച്ഛനെയും അമ്മയും 2 മക്കളെയും കണ്ടു. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവനാണ്ട് ഏറ്റെടുത്തു. കാരണം ഇതാണ് ജീവിതം. ഇങ്ങനെ ജീവിക്കുന്നവരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അവരവരുടെ കഥയാക്കി മാറ്റി. എന്നോടൊക്കെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ നിങ്ങൾ എമേറ്റി മൂസയിൽ കാണിച്ചത് എൻ്റെ വീട്ടിൽ നടന്ന സംഭവം എന്നത് കേട്ടോ. സത്യം, എനിക്ക് നിങ്ങളോട് ഭയങ്കര നന്ദിയുണ്ട്. കാരണം മക്കൾ പഠിക്കണം. എങ്ങനെയാണ് അച്ഛന്മാർ അവരെ പഠിപ്പിക്കണത്? അവരെല്ലാ ആഗ്രഹങ്ങളാണ് സാധിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇന്നലെ നിങ്ങൾ ആ മക്കളോട് പറഞ്ഞ വാക്കുകൾ കേരളത്തിലെ എല്ലാ മക്കളും പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതുതന്നെയാണ് ഈ സിനിമയിലും പറഞ്ഞിരിക്കുന്നത്. നിഷ്കളങ്കമായ നാട്ടിൻപുറത്തിൻ്റെ ഒരു കഥയാണിത്. അത് റിലേറ്റ് ചെയ്യും ആളുകൾ. ഇപ്പോൾ മോള് റിലേറ്റ് ചെയ്ത പോലെ പലരും അത് റിലേറ്റ് ചെയ്യും. ഇതെൻ്റെ ജീവിതമാണ്, എൻ്റെ വീട്ടിലിങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിനടുത്തും ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. അതാണ് നമ്മുടെ വിജയം. സിനിമ ശരിക്കൊരു മാജിക് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഓരോ ആർട്ടിസ്റ്റിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഒരു കഥാപാത്രം ആവാനായിട്ട് ഞാൻ ഇത്രയും പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് വരുന്ന ആ ഒരു മൊമെന്റിൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്നതാണെന്നൊക്കെ ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചേട്ടൻ നാടകത്തിൽ നിന്ന് വന്ന ഒരാളാണ്. സോ തമാശകൾ ചെയ്തിട്ട് പെട്ടെന്ന് ഈ ഒരു വേഷം ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പരകായ പ്രവേശം എങ്ങനെയായിരുന്നു? അല്ല, സത്യത്തിൽ ഞാൻ നാടകത്തിൽ ചെയ്തത് മുഴുവൻ സീരിയസ് വേഷങ്ങളാണ്. ഞാൻ 5 വർഷം കോഴിക്കോട്ടെ കേരളോത്സവ നാടക മത്സരത്തിൽ 5 വർഷം തുടർച്ചയായിട്ട് ഞാൻ ബെസ്റ്റ് ആക്ടറാണ്. ഈ 5 നാടകങ്ങളും സീരിയസ് നാടകങ്ങളാണ്. ആളുകളിങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻറ്റിൽ തിയേറ്ററിലേക്ക് അല്ല സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുന്ന നാടകങ്ങളാണ്. അതൊക്കെ അഭിനയിച്ച് തകർക്കുന്ന രംഗങ്ങളായിരുന്നു. അപ്പം അന്നൊക്കെ അവാർഡ് കിട്ടിയ ഞാൻ, പിന്നെയും എനിക്ക് കിട്ടിയ അവാർഡുകൾ, സിനിമകൾ, ഷോർട്ട് ഫിലിമുകളൊക്കെ സീരിയസ് സിനിമകളാണ്. അച്ഛനിൽ നിന്ന് ഗർഭിണിയാകേണ്ടി വന്ന ഒരു മകളുടെ ആത്മഹത്യാ ശ്രമമാണ് എൻ്റെ ഒരു സിനിമ. അച്ഛനിൽ നിന്ന് ഗർഭിണിയാകേണ്ടി വന്ന ഒരു മകളുടെ ആ സിനിമയ്ക്ക് 30 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ 17 അവാർഡ് എനിക്കാണ്, ബെസ്റ്റ് ആക്ടർ അവാർഡ്. അപ്പോൾ ഇത്രയും അവാർഡുകൾ സീരിയസ് ആയിട്ട് അഭിനയിച്ചതിനാണ് എനിക്ക് കിട്ടിയത്. കോമഡി കാണിച്ചതിന് എനിക്ക് കിട്ടിയ അവാർഡ് സുരഭി ലക്ഷ്മി ഞാനും തമ്മിലുള്ള കോമ്പിനേഷൻ്റെ പേരിൽ കിട്ടിയ 2-3 അവാർഡുകളേ ഉള്ളൂ. അപ്പോൾ അത്രയും സീരിയസ് വേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ കോമഡി തുടങ്ങിയപ്പോൾ ആളുകൾക്കൊക്കെ ആ കോഴിക്കോടൻ ഭാഷയും അതിൻ്റെ കോമഡിയും ആളുകൾക്ക് ഇഷ്ടമായി. എല്ലാ പടത്തിലും എനിക്ക് കോമഡി വേഷം തരാൻ തുടങ്ങി. ഇനി അങ്ങനെ ലേബൽ ചെയ്യണ്ട ഒരു നടൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ശരിക്കും മികച്ച കൊമേഡിയൻ, മികച്ച നടൻ എന്ന് പറഞ്ഞൊരു അവാർഡൊന്നും ഇല്ല. ഏറ്റവും സിമ്പിളായിട്ട് ഇന്ദ്രൻ ചേട്ടൻ നമുക്ക് പറയാം. അതെ, ഇന്ദ്രൻ ചേട്ടൻ, സുരാജ് ബഞ്ഞാറുമൂട്, സലീം കുമാർ, ഇപ്പോഴാ നമ്മുടെ പെരിയ മറന്നു, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സലീം കുമാർ ആദാമിൻ്റെ മകൻ അബു എന്ന് പറഞ്ഞ സിനിമയിൽ അയാൾ ആരാണ്? സത്യം. എന്തെങ്കിലും ഒരു തമാശകൾ അതിനകത്ത് പറയുന്നുണ്ടോ? എന്തൊരു ക്യാരക്ടറാണത്. വിനോദേട്ടൻ അങ്ങനെ ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടോ? എനിക്ക് ഇപ്പം സത്യത്തിൽ ദൈവം എൻ്റെ കൂടെയാണെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളൊക്കെ പൂവണിയും. കാരണം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന 2-3 കഥാപാത്രങ്ങൾ ഇപ്പം ഒരു 4-5 പേര് എന്നെ നായകനായിക്കൊണ്ട് സിനിമ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ 4 പേരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കഥ എന്നെ വിസ്മയിപ്പിച്ച കഥയാണ്. 2 പേര് എനിക്കൊരു ദേശീയ അംഗീകാരം വരെ ആ ക്യാരക്ടറിലൂടെ കിട്ടും എന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്. എനിക്കും വായിച്ചപ്പോൾ തോന്നി നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ ദേശീയ അംഗീകാരം ഒന്നും അത്ര വിദൂരതയിലല്ലാന്ന് എനിക്ക് സുരഭിക്ക് ദേശീയ അംഗീകാരം കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. സുരഭി ആ സിനിമയിൽ ചെയ്തത് വളരെ ഗംഭീരമായിട്ടാണ്. ആ സിനിമയ്ക്ക് സുരഭിക്ക് ദേശീയ അംഗീകാരം കിട്ടിയെങ്കിൽ എനിക്കൊക്കെ ശ്രമിച്ചാൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ 4-5 സിനിമകളും എൻ്റെ പ്രതീക്ഷകളാണ്. അവർ പറയണത് 1 കോടിയുടെ താഴെ ഞങ്ങൾക്ക് ഫണ്ട് മതി, ഒരു 85 ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ ഈ സിനിമ പൂർത്തിയാക്കും. വിനോദേട്ടാ, ഞാനതിൻ്റെ ഒരു പ്രൊഡ്യൂസറെ തപ്പി നടക്കുകയാണ്. ഒരു പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞാൽ നമുക്ക് ഉടനെ ഈ സിനിമ തുടങ്ങണം. ഒരു കഥകളിക്കാരൻ്റെ അന്ത്യനാളുകളാണ്, ഒരു ഹോമോസെക്സ് വർക്കറായിട്ട് ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ മറ്റൊന്ന് മുലകുടി മാറാത്ത കുട്ടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മുലകുടി മാറാത്ത വൃദ്ധൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവില്ല. അതാണ് ഒരു ക്യാരക്ടർ. പിന്നെയുണ്ട് ഒരു തേപ്പുകാരൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്. തേപ്പുകാരൻ എന്ന് പറഞ്ഞാൽ തേച്ചു പോണ ആളല്ല, തുണി തേച്ചു കൊടുക്കുന്ന ഒരാൾ. അയാൾ ഇസ്തിരിപ്പെട്ടിയാണ്, ഇസ്തിരിപ്പെട്ടിയും അയാളുമാണ് ആ സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങൾ. അങ്ങനെ ഒരു സംഭവം കിടക്കുന്നുണ്ട്. പിന്നെ ഉയരമില്ലാത്തത് കൊണ്ട് പോലീസ് ആവാൻ സാധിക്കാതെ പോയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ വരുന്നൊരു സിനിമയുണ്ട്. ഇങ്ങനെ 5 സിനിമകൾ, 5 കഥകൾ ഞാൻ കേട്ട് ഞാൻ ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. ഈ 5 സിനിമകളും നടക്കുകയാണെങ്കിൽ
ഞാൻ ദൈവത്തോട് നന്ദി പറയും. അയ്യോ, ഞാനിപ്പോ ഇവിടെ നിന്ന് പറയുന്നു ആ കഥകളി മനസ്സിലിങ്ങനെ ആലോചിക്കുന്നത്, കഥകളിയുടെയും പിന്നെ ലാസ്റ്റ് പറഞ്ഞ ആ സിനിമ അതൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും ഇങ്ങനെയുള്ള സിനിമകളാണ് ഞങ്ങൾക്ക് ഇനി വേണ്ടത്, അല്ലെങ്കിൽ പുതിയ സിനിമ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കാണാൻ പഠിക്കാൻ. അല്ലെങ്കിൽ സത്യമുള്ള നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വൈഫും കൂടി ഒരു സിനിമയ്ക്ക് പോയാൽ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരുമ്പം ആ സിനിമയെക്കുറിച്ച് ഞങ്ങളൊരു 10 മിനിറ്റ് സംസാരിച്ചെങ്കിൽ ആ സിനിമ നല്ല സിനിമയാണ്. ചില സിനിമകൾ കണ്ടാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കൊന്നും സംസാരിക്കേണ്ടാവില്ല. ഞങ്ങൾ വീട്ടിൽ വരും, പതിവ് പോലെ ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. പക്ഷേ ചില സിനിമകളെക്കുറിച്ച് നമ്മൾ വാതാരോധം സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന സിനിമകളാണ് നമ്മുടെ മനസ്സിൽ തട്ടുന്ന സിനിമകൾ. അതിലെന്തെങ്കിലും കാമ്പുണ്ടാവും, നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും സിനിമ. അതുകൊണ്ടാണ് നമ്മൾ ആ സിനിമകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ 5 സിനിമകളും അങ്ങനെ റിലേറ്റഡ് ആവുന്ന സിനിമകളാണ്. പിന്നെ എന്നിൽ നടന്ന് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം ഈ വന്ന ഈ 5 സംവിധായകരും എനിക്കിതിനു മുമ്പ് അവാർഡ് കിട്ടിയ സിനിമകളെ ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ കണ്ട ആളുകൾ. അപ്പോൾ അവർക്ക് ധൈര്യമാണ്, വിനോദേട്ടന് ചെയ്യാൻ സാധിക്കും, ഇത് വിനോദേട്ടൻ ചെയ്താൽ മതി, ഞങ്ങൾ വേറെ ആരെയും കാണുന്നില്ല വേറെ എന്ന് പറഞ്ഞിട്ടാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത്. എവിടെയോ കിടക്കുന്ന ആളുകളാണ്, ഞാൻ വിളിച്ചു വരുത്തിയതല്ല. അപ്പോൾ അങ്ങനെ അവരൊരു ആഗ്രഹം പറഞ്ഞു വരുമ്പോൾ അതിനൊരു പ്രൊഡ്യൂസർ വന്നാൽ അതെൻ്റെ വിജയമാണ്. അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വിനോദയുടെ സിനിമയോടുള്ള കൊതി എന്നാ തുടങ്ങിയത്? കൊതി എനിക്ക് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പം എനിക്ക് ഏറ്റവും ആദ്യത്തെ അവാർഡ് കിട്ടുന്നത് ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ വലിയൊരു നാടകത്തിൽ അഭിനയിച്ചിട്ട് കേരളത്തിലെ മികച്ച ബാലനടനുള്ള അവാർഡ് എനിക്ക് കിട്ടി. അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ ഈ കലാകാരൻ കയറിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ എന്ത് മത്സരം നടന്നാലും, ഇപ്പോൾ പാട്ടായാലും ഡാൻസ് ആയാലും പ്രച്ഛന്നവേഷമായാലും മിമിക്രി ആയാലും മോണാക്റ്റായാലും എല്ലാത്തിലും സമ്മാനം എനിക്കായിരുന്നു. അങ്ങനെ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ. എല്ലാവരും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും. 8ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒക്കെ വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു. കാരണം അവരുടെ സിനിമകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഞാൻ ഈ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ നോട്ട് പുസ്തകങ്ങളിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ചിത്രമൊക്കെ വെട്ടി ഒട്ടിച്ചിട്ട് ശോഭനയുടെയൊക്കെ ചിത്രം വെട്ടി ഒട്ടിച്ചിട്ട് ഇങ്ങനെ അതൊരു ആൽബം പോലെ ആക്കി വെക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കുക. പിന്നെ സ്വപ്നം കാണാൻ തുടങ്ങി, മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കണം, മമ്മൂട്ടിയെ കാണണം, മോഹൻലാലിനെ കാണണം. ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങി. അങ്ങനെ കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടാൻ തുടങ്ങി. കോളേജിൻ്റെ കെയർ ഓഫിൽ പോകുന്ന ഒരുപാട് ഫെസ്റ്റിവലിലൊക്കെ ഞാൻ വിന്നറാവുന്നു, ബെസ്റ്റ് ആക്ടറാവുന്നു. അങ്ങനെ കേരളോത്സവ നാടക മത്സരത്തിൽ 5 വർഷം തുടർച്ചയായിട്ട്. അപ്പോഴേക്കൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിയാൽ മതി എന്നുള്ള സ്ഥിതിയായി. അപ്പോഴൊക്കെ ഞാൻ സ്വപ്നം കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയും. അമ്മ എന്നെ കളിയാക്കും. ഞാൻ മമ്മൂട്ടിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്വപ്നം കണ്ടു അമ്മേ, മമ്മൂക്കയുടെ കൂടെ കാറ് പോകുന്ന സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് അപ്പോഴൊക്കെ അമ്മ പറയും, മോനെ നിനക്ക് വട്ടായി പോകട്ടോ മോനെ. അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടത് ഫ്ലൈറ്റിൽ കയറുന്നതാണ്. എനിക്ക് വലിയ മോഹമായിരുന്നു കുട്ടിക്കാലത്തെ. ഫ്ലൈറ്റ് ഇങ്ങനെ ഏറ്റവും ടോപ്പിലൂടെ പോകുമ്പോഴും ഞാനിങ്ങനെ ഇരുന്നിട്ട് ആ ഫ്ലൈറ്റ് കൺമുമ്പിൽ നിന്ന് മറിയണത് വരെ ഞാൻ നോക്കി നിൽക്കും. എന്നിട്ട് ഞാൻ മനസ്സിലിങ്ങനെ പറയും, എന്നെങ്കിലും ഞാൻ കയറും എന്ന് മനസ്സിനോട് പറയും. അമ്മയുടെ അടുത്ത് വന്ന് അമ്മ എനിക്ക് ഫ്ലൈറ്റ് കയറണം എന്ന് പറഞ്ഞാൽ അമ്മ പറയും, മോനെ നമുക്ക് പറ്റിയതല്ല മോനെ, ഒക്കെ പണക്കാർ കയറുന്നതാണ്, മോൻ തൽക്കാലം നമ്മുടെ നാരായണേട്ടൻ്റെ ഓട്ടോറിക്ഷ പോയി കയറിക്കോ എന്ന് പറയും. അങ്ങനെ എന്നെ സമാധാനിപ്പിച്ച അമ്മ. പക്ഷേ നിരന്തരമായിട്ട് സ്വപ്നം കണ്ട നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നിരന്തരമായിട്ട് സ്വപ്നം കണ്ട ആ സ്വപ്നം ഫലിക്കും. ഇപ്പം ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു, മമ്മൂക്കയുടെ കൂടെ എത്രയോ തവണ ഞാൻ കൂടി, അദ്ദേഹവുമായിട്ട് വലിയ ആത്മബന്ധമാണ്. മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചു, അദ്ദേഹവുമായിട്ട് ആത്മബന്ധമാണ്. ഫ്ലൈറ്റിൽ ഞാൻ എത്ര തവണ കയറിയെന്ന് എനിക്കറിയില്ല. അമ്മയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു? ഇല്ല, അമ്മയെ കൊണ്ടുപോയി. അമ്മയെ ഞാനും എൻ്റെ ചേട്ടനെ കൊണ്ടുപോയി തിരുവനന്തപുരം വരെ ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് അത്രേ പറ്റുള്ളൂ അമ്മയ്ക്ക്, അല്ലാണ്ട് ലോങ് ജേണിക്കൊന്നും അമ്മയ്ക്ക് പറ്റില്ല. അമ്മ എൻ്റെ എല്ലാ ഉയർച്ചകളും കണ്ടിട്ടാണ് അമ്മ മരിച്ചത്. അമ്മ ഒരു 3 വർഷം മുമ്പാണ് മരിച്ചത്. പക്ഷെ അച്ഛനൊന്നും കാണാൻ പറ്റില്ല. അച്ഛൻ മരിച്ചിട്ട് 16 വർഷമായി. അച്ഛനാണ് ഞാൻ ശരിക്കും ഒരു നടനാവണമെന്ന് പറഞ്ഞ് എന്നെ പല സംവിധായകരെടുത്തും കൂട്ടിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നതൊക്കെ അച്ഛനായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അവസരം കിട്ടിയില്ല. അപ്പം എൻ്റെ നല്ല കാലമൊന്നും കാണാൻ അച്ഛന് ഭാഗ്യം ഉണ്ടായില്ല. എനിക്ക് അമ്മയിലൂടെ അച്ഛൻ അത് കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ സ്വർഗത്തിലിരുന്ന് അച്ഛൻ കണ്ട് അവിടെ ആ ഒരു പ്രൗഡ് മൊമെന്റ് ഓർമ്മയുണ്ടോ? അമ്മ ഈ ജേർണി ഒക്കെ കണ്ടിട്ട് അമ്മ എന്തെങ്കിലും ഒരു പിന്നെ അമ്മയെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു ഫ്ലവേഴ്സ് ടി വിന്ന്. ഫ്ലവേഴ്സ് ടി വിയിൽ ഞാൻ ഫ്ലവേഴ്സ് ടി വി അല്ല, സൂര്യ ടി വിയിൽ നമ്മുടെ ബ്രിട്ടാസിൻ്റെ പ്രോഗ്രാമിൽ ജെ ബി ജംഗ്ഷനിൽ എന്നെ സുരഭിയെ പേരായിട്ട് വിളിച്ചു. ഞങ്ങൾ 4 എപ്പിസോഡാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. 4 എപ്പിസോഡ് ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ എൻ്റെ അമ്മയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു വീട്ടിൽ. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനില്ലാത്ത സമയത്താണ് വന്നത്. അന്ന് എൻ്റെ അമ്മ എന്നെക്കുറിച്ച് പറഞ്ഞിട്ട് അമ്മ കരഞ്ഞു പോയൊരു നിമിഷമുണ്ട്.
കാരണം അമ്മ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, അച്ഛനും ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അപ്പം എന്നെ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം അച്ഛനും അമ്മയും നടത്തി. അവിടെ നിന്നൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടതാണ്. എനിക്ക് ജോലിക്ക് പോകണ്ട, എനിക്ക് കലാകാരനായാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതാണ്. അവസാനം എനിക്കൊരു ദൈവദൂതനെ പോലെ എൻ്റെ വീട്ടിലൊരാൾ വന്നു. മോളൊന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവില്ല. കുഞ്ഞുണ്ണി മാഷ് എന്നുണ്ട് കവി ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുണ്ണി മാഷ് എൻ്റെ വീട്ടിൽ വന്നു. കുഞ്ഞുണ്ണി മാഷ് അത്രയും പ്രഗത്ഭനാണ്. അദ്ദേഹം എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം വീട്ടിൽ വന്നത്. എൻ്റെ വീട്ടിൽ വന്ന് ഒരു ദിവസം അന്തി ഉറങ്ങിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തോട് എൻ്റെ അമ്മ പറഞ്ഞു, മാഷേ ഇവൻ ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ല മാഷേ, ഇവൻ കലാപരിപാടി എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവനൊരു പെണ്ണ് കിട്ടുമോ മാഷേ ഇങ്ങനെ പോയാൽ? ഇവനൊരു നല്ലൊരു ജോലി വേണ്ട മാഷേ, ഒന്ന് മാഷ് പറയുന്നു. മാഷ് എൻ്റെ അമ്മയോട് പറഞ്ഞെന്താ അറിയോ? നിങ്ങളെ ഭാഗത്താ തെറ്റ്. അമ്മ ചോദിച്ചു, എന്താ നിങ്ങളെന്താ അവന് പേരിട്ടിരിക്കണത്? വിനോദ്. എന്തിനാ അങ്ങനത്തെ ഒരു പേരിട്ടെ? വിനോദ് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ വിനോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അവൻ ആ പണി ഭംഗിയായിട്ട് ചെയ്യുന്നില്ലേ? എൻ്റെ മനസ്സിൽ വരെ അവന് സ്ഥാനം കിട്ടണമെങ്കിൽ ഞാൻ അവനെ എത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീട്ടിൽ വന്നതെന്നറിയോ? അവൻ വലിയ കലാകാരനാവും. അവനെ കൊണ്ട് നിങ്ങളൊക്കെ ഒരുപാട് സന്തോഷിക്കും. അങ്ങനത്തെ ഒരു കാലം വരും. അവനെ നിങ്ങൾ ഒരിക്കലും ഒരു ജോലിക്ക് നിർബന്ധിക്കേണ്ട എന്ന് കുഞ്ഞുണ്ണി മാഷ് 26 വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു പോയതിൻ്റെ ഫലമാണ് ഇന്ന് ഈ വിനോദ് കൗർ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റോറി ആദ്യമായിട്ടായിരിക്കും കേട്ടോ കേൾക്കുന്നുണ്ട്. വെച്ചാ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ബ്ലെസ്സിങ് കിട്ടാന്ന് പറയുന്നത് തന്നെ. പിന്നെ കുഞ്ഞുണ്ണി മാഷിക്ക് ഞാൻ മകനായിരുന്നു. കുഞ്ഞുണ്ണി മാഷിയുടെ പലരിടത്തും ഞാൻ കുഞ്ഞുണ്ണി മാഷിൻ്റെ മകനാന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ്, ഞാനത് കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് കല്യാണം കഴിച്ചിട്ടില്ല, കുഞ്ഞുണ്ണി മാഷ് മക്കളും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എൻ്റെ മുന്നൊന്നും ഇപ്പോൾ ട്രെയിനിലൊക്കെ ഞാൻ മാഷെ കൊണ്ടാക്കാൻ തൃശ്ശൂരിലേക്ക് ട്രെയിനിലിരിക്കുമ്പോൾ ഓപ്പോസിറ്റിലിരിക്കുന്ന ആൾ, ഇതാരാ മാഷേ? എൻ്റെ മോനാ എന്ന് പറയും. അത് തിരുത്താൻ ആരും ശ്രമിച്ചിട്ടില്ല. അത്രയും വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാഷ എൻ്റെ വീട്ടിൽ വരുന്നു. എൻ്റെ വീട്ടിനടുത്തൊരു ദേവരി കോളേജ് ഉണ്ട്. അവിടെ ഫൈൻ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കുട്ടികൾ കൊണ്ടുവന്നാണ്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മാഷ എൻ്റെ അഡ്രസ്സ് കൊടുത്തതാണ്, ഇതെൻ്റെ മകൻ്റെ വീടാണ്, എന്നെ അവിടെ കൊണ്ടാക്കിയാൽ മതി, ഞാൻ അവിടെയാണ് താമസിക്കുന്നത്, നാളെ എൻ്റെ മകൻ എന്നെ തൃശ്ശൂരിൽ കൊണ്ടുവിട്ടോളും. അങ്ങനെ അവർ കാറിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവിടുക. അമ്മയും അച്ഛനൊക്കെ ഞെട്ടിപ്പോയി. അത്രയും കാലം ഞാൻ അമ്മയച്ഛൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട് കുഞ്ഞിനി മാഷും ഞാനും തമ്മിൽ വലിയ സൗഹൃദമാണെന്ന്. വിശ്വസിച്ചിട്ടില്ല. കുഞ്ഞിനി മാഷ് നേരിട്ട് കയറി വന്നപ്പോൾ അച്ഛനും അമ്മയും ഞെട്ടി, വിശ്വസിച്ചു. അന്ന് എൻ്റെ വീട്ടിലിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരുപാട് കുട്ടികളുടെ നാവലി എഴുതിയിട്ടാണ് മാഷ് പോയത്. ഭാഗ്യമാണ്, അത്രയും ഭാഗ്യം. എന്തായാലും നമ്മൾ കട്ടപ്പാടത്തെ മാന്ത്രികൻ പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു ഇന്റർവ്യൂ മുഴുവൻ ആ കഥകളുടെ ഒരു നർമ്മം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ അത്രയും ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചു. അങ്ങനെ പോട്ടെ. എന്തായാലും അടുത്തൊരു സെഗ്മെന്റ് പേഴ്സണലി വിനോദ് കൗർ എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് ആണ്. ഞാൻ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു നോക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, WH ആണ്. WH ആണ്. ഇതുവരെ സാറിന് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ വിനോദന് കിട്ടിയിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഉപദേശം കുഞ്ഞുണ്ണി മാഷിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് അധ്യാപകനാകാൻ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ പാരലൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി. കാരണം എന്തെങ്കിലും കാശ് വേണമല്ലോ നമ്മുടെ അടുത്ത്. അപ്പം ക്ലാസ് എടുക്കാൻ പോയാൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ പഠിച്ചൊരു ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ എനിക്ക് അധ്യാപകനായിട്ട് ജോലി തന്നു. ഞാനവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ കുട്ടികൾക്ക് എൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാനിങ്ങനെ ആക്ട് ചെയ്തിട്ടാണ് കാണിച്ചു കൊടുക്കുക. ഇംഗ്ലീഷും മലയാളമൊക്കെ എടുക്കും ഞാൻ. അപ്പോൾ ഞാൻ കുട്ടികളുടെ മുന്നിൽ രാമനായിട്ടും രാവണനായിട്ടും ഒക്കെ ഇങ്ങനെ വന്നിട്ട് അഭിനയിക്കുമ്പോൾ കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ബോറടിക്കുമ്പോൾ ഒരു പാട്ടൊക്കെ പാടി കൊടുത്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുക. അങ്ങനെ കുട്ടികൾ എല്ലാവരും എൻ്റെ ക്ലാസ്സിനെ പറ്റി ഭയങ്കര അഭിപ്രായം. പേരൻസൊക്കെ വന്നിട്ട് പേരൻസ് മീറ്റിങ്ങിൽ പറയും, വിനോദ് സാറിൻ്റെ ക്ലാസ്സിനെ കുറച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര അങ്ങനെ. അപ്പോൾ എനിക്ക് ഒരു അധ്യാപകനായാലോ, BEd ചെയ്താലോ എന്നൊരാഗ്രഹം വന്നു. കുഞ്ഞിനി മാഷോട് ഞാൻ ചോദിച്ചു, മാഷേ ഞാനൊന്ന് BEd ചെയ്താലോ മാഷേ, എനിക്ക് അധ്യാപകനാകാൻ. വേണ്ട, നീ അധ്യാപകനായാൽ നിന്നെ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. നീ ഒരു പരിശീലകനാവുക, അപ്പം നിന്നെ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഉപകരിക്കും. കറക്റ്റായിരുന്നു മാഷ് പറഞ്ഞത്. അന്ന് മുതൽ ഞാനൊരു പരിശീലകനാവാനുള്ള ശ്രമം നടത്തി. ഡൽഹിയിൽ വരെ പോയിട്ട് ഞാനൊരു കോഴ്സ് ചെയ്തു. തിരിച്ചു വന്നു, ഞാൻ പരിശീലകനായി, ഒരു മോട്ടിവേഷൻ സ്പീക്കറായി. എത്ര സ്കൂളുകളിൽ, എത്ര പോളിടെക്നിക്കുകളിൽ, എത്ര +2 വിദ്യാലയങ്ങളിൽ ഞാൻ ക്ലാസ് എടുത്തു എന്ന് എന്നോട് ചോദിക്കരുത്. അത്രയും ഞാൻ ക്ലാസ് എടുത്തു. ഒരു ദിവസം 4-5 സ്കൂളുകളിൽ പോയിട്ട് ക്ലാസ് എടുത്ത നിമിഷങ്ങളുണ്ട്.
കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട 2 മണിക്കൂർ ക്ലാസ്, SLC കുട്ടികൾക്കൊക്കെ 2 മണിക്കൂർ ക്ലാസ് കൊടുത്തപ്പോൾ കുട്ടികൾ പറയും, സാറേ ഈ ക്ലാസ് ഒരു 2 മാസം മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഫുൾ A+ വാങ്ങിയിട്ട് ക്ലാസ് ആവുമായിരുന്നു, ഞങ്ങൾക്ക് കുറച്ച് വൈകിപ്പോയി സാറിന് കിട്ടാൻ എന്ന് പറഞ്ഞ എത്രയോ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ എനിക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കി തന്നത് കുഞ്ഞിന് മാഷ. കാരണം ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് പോയാൽ മതി. എനിക്കിപ്പോൾ ഇന്ന് ഷൂട്ടിംഗ് ഉണ്ട്, എന്നെ ഒരു സ്ഥാനത്ത് അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ഇന്ന് ക്ലാസ്സിനില്ല എന്ന് എനിക്ക് പറയാം. നമ്മൾ ഫ്രീലാൻഡാണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോവാം വരാം. അപ്പം ആ മേഖലയിൽ ഞാൻ ഒരുപാട് പോയി. പിന്നെ കലയിൽ ഒരുപാട് അവസരം കിട്ടി തുടങ്ങിയപ്പോൾ ഞാനത് മെല്ലെ ഒന്ന് ഒതുക്കി വെച്ചു. പക്ഷെ ഇപ്പോഴും ഞാൻ ഇപ്പോൾ മറ്റന്നാൾ ഞാൻ വയനാട്ടിൽ പോകുന്നുണ്ട്. വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലത്ത് സ്കൂളുകളൊക്കെ തുറന്നെങ്കിലും കുട്ടികളൊക്കെ എപ്പോഴും ഒരു നമ്പനസിലാണ്. അപ്പോൾ അവിടുത്തെ കളക്ടറും അവിടുത്തെ പ്രിയപ്പെട്ട ആളുകളൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, വിനോദ് ഗൗർ ഒന്ന് വരണം, കുട്ടികളൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം, കുട്ടികളൊന്ന് ചിരിപ്പിക്കണം, അവരൊന്ന് സന്തോഷിപ്പിക്കണം. 2 മണിക്കൂർ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പോവുകയാണ് മറ്റന്നാൾ. എനിക്ക് ഉറപ്പാണ് എൻ്റെ 2 മണിക്കൂർ കഴിയുമ്പോൾ അവരൊക്കെ ഹാപ്പി ആവും, അവർക്കൊക്കെ പലതും മറക്കാൻ സാധിക്കും. അതെൻ്റെ മനസ്സിൻ്റെ ഒരു ധൈര്യമാണ്, ഒരു ആത്മവിശ്വാസമാണ്. നമുക്ക് കഴിയും. കാരണം കുഞ്ഞിന് മാഷാണ് എൻ്റെ ഗുരു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. എന്തായാലും അതൊരു ബെസ്റ്റ് അഡ്വൈസ് ആയിരുന്നു കേട്ടോ. ആൻഡ് ഇഷ്ടമുള്ള ഹോബി എന്താണ്? ഇഷ്ടമുള്ള ഹോബി പാട്ട് പാടുക. ഞാൻ എപ്പോഴും പാട്ട് പാടും. എന്നാ ഞങ്ങൾക്കൊരു പാട്ട് പാടും. എത്ര പാട്ട് വേണം? ഞാൻ നിന്നെ കുറിച്ചൊരു പാട്ട് പാടട്ടെ? ഓക്കെ, ദൈവമേ നല്ലതായിരിക്കണേ. പൂവോ നിൻചിരി പൂപ്പന്തലോ, തേനോ നിൻമൊഴി തേൻ പുഴയോ, ചെമ്പരത്തിപ്പൂവ് ചന്തമല്ലേ, ചെമ്പകപ്പൂവിൻ സുഗന്ധമല്ലേ, ചെണ്ടുമല്ലിപ്പൂവിൻ നിറമല്ലേ, ചെന്താമരപ്പൂ പോൽ ചുണ്ടല്ലേ, അറിയില്ല എനിക്കറിയില്ല എങ്ങനെ ഞാൻ നിന്നെ പ്രണയിക്കും, അറിയില്ല എനിക്കറിയില്ല എങ്ങനെ ഞാൻ നിന്നെ പ്രണയിക്കും, ഇഷ്ടം എനിക്കിഷ്ടം ആരോടും തോന്നാത്തൊരിഷ്ടം, ആദ്യമായി തോന്നിയൊരിഷ്ടം. എന്തായാലും തമ്മില് വിനോദ് കപൂറിന് ആങ്കറിനോട് പ്രണയം അങ്ങനെ തമ്മിലൂടെ. സംഗീതം ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് കാണാം. സംഗീതം എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ കാമുകയാണ്, അഭിനയം എൻ്റെ ഭാര്യയാണ്. സംഗീതം എൻ്റെ ശ്വാസമാണ്, അഭിനയം എൻ്റെ ജീവനാണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ. അപ്പോൾ എപ്പോഴും ഞാൻ പാട്ട് പാടിക്കൊണ്ടാണ്. ഞാൻ വീട്ടിലും ഫുൾ ടൈം, ഇപ്പോൾ കുളിക്കുകയാണെങ്കിലും ഞാൻ പാചകം ചെയ്യുകയാണെങ്കിലും ഞാൻ എൻ്റെ പപ്പിയോട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പപ്പിയെ ഞാൻ കളിക്കുമ്പോൾ തക്കിത മുന്തണ്ടാരാവേ തവിത്ത് മുന്തണ്ടാരാവേ ഇത്തം കോരാ നിനക്ക് മുന്തൊരു കുത്തിത്താരാവേ എന്ന്. അപ്പോൾ ആ പപ്പിയുടെ ഒരു സന്തോഷം കാണണ്ടേ. അങ്ങനെ എല്ലായിടത്തും. കാരണം സംഗീതം എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. സത്യം, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാട്ടെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ബ്ലെസ്ഡ് ആയി പോയി. സത്യം അതാണ്. അതിപ്പോൾ ഒരു കുട്ടിയോട് പാടി, ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ മുന്നിൽ പോയിട്ട് നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ ആ കുട്ടി നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് സത്യം. അതിപ്പോൾ ഒരു 1000 പേരിരിക്കുന്ന വേദിയിൽ പോയിട്ട് നമ്മളൊരു പാട്ട് പാടുക, പിൻ ഡ്രോപ്പ് സൈലൻറ്റിൽ ആളുകൾ ആ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. ഒരാൾ ഡിസ്റ്റർബൻസ് ആയിട്ട് അങ്ങോട്ടും നോക്കി, അല്ലെങ്കിൽ അയാളൊന്ന് കോട്ടുവായി ഇട്ടു എന്ന് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടമാവാത്ത ഒരാളവിടെ ഉണ്ടെന്ന് തോന്നിപ്പോകും. സംഗീതത്തിന് വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് സംഗീതത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ 4 സിനിമകളിൽ ഞാൻ പിന്നണി പാടി. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല 4 സിനിമകളൊക്കെ ഞാൻ പാടുന്നു. 4 സിനിമകളിൽ ഞാൻ പിന്നണി പാടി. ഒരുപാട് കുട്ടികളെ ഞാൻ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും എൻ്റെ കൂടെ എനിക്ക് ശബ്ദം അടഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. എനിക്ക് ശബ്ദം ചില സമയത്തൊക്കെ നമുക്ക് അടയുമല്ലോ, ത്രോട്ടിനൊക്കെ ഒരു പെയിൻ വന്നിട്ട്. ആ സമയത്ത് എനിക്ക് പാടാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം. അപ്പം ഞാൻ പാട്ട് കേൾക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് പാട്ട് കേട്ട് കുറേ പാട്ടുകൾ പഠിക്കും. അങ്ങനെയാണ്. എന്തായാലും അതൊരു എന്താ പറയാ അടിപൊളി മൊമെന്റ് ആയിരുന്നു കേട്ടോ. ഇത് 1.5 മണിക്കൂറാണോ? അല്ലല്ല, കഴിഞ്ഞു. അടുത്ത ഒരു ഇച്ചിരി കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി, അല്ലെങ്കിൽ ചെറുപ്പകാലത്തുള്ള ഒരു അനുഭവമോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് മെമ്മറി. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് 2 ചേട്ടന്മാരാണ്.
അപ്പം ചേട്ടന്മാർ രണ്ടുപേരും ഭയങ്കര വികൃതിയായിരുന്നു. ഞാൻ കുറച്ച് സോഫ്റ്റാണെന്നാണ് അമ്മ പറയാറ്. അപ്പോൾ വീട്ടിലിപ്പം അമ്മയൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പലഹാരം കൊണ്ടുവരും. ഒരു ദിവസം അമ്മ ലഡു കൊണ്ടുവന്നു. ലഡു കൊണ്ടുവന്നപ്പോൾ 3 ലഡു വന്നു. ചേട്ടന്മാരിത് പെട്ടെന്ന് തിന്നും, ഞാനിത് ആസ്വദിച്ച് തിന്നുള്ളൂ. ഞാനിങ്ങനെ നാക്കി കുറേ ടൈം തിന്നണം എന്നുള്ളതാണ്. അപ്പം ചേട്ടന്മാരത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടന്മാരുടെ രണ്ടുപേരുടെയും കണ്ണ് എൻ്റെ കയ്യിലുള്ള ലഡുവിലാണ്. ഇത് തട്ടിപ്പറയ്ക്കണം എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. എനിക്കതറിയാം. അങ്ങനെ ഒരിക്കലും വീട്ടിൽ ഈ ഒരു സിറ്റുവേഷൻ നടന്നു. അപ്പം അന്ന് എൻ്റെ അങ്കിള് വീട്ടിൽ വന്നിട്ട് അങ്കിള് കുളിക്കുന്നതിന് മുമ്പ് കുളിക്കാൻ പോയി. അപ്പം അങ്കിള് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്ലേഡ് സ്റ്റിക്കിലിട്ടിട്ട് വെച്ചിരുന്നു. അപ്പം ഈ സന്ദർഭത്തിൽ എൻ്റെ മൂത്ത ബ്രദർ വന്നു, എൻ്റെ അടുത്ത് ലഡു തട്ടിപ്പറിച്ചു. ലഡു പൊടിഞ്ഞു, കുറച്ച് ഭാഗം കിട്ടി. ഏട്ടനത് കൊണ്ട് തിന്നു. പിന്നെ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ അങ്ങോട്ടും അടിയായി. ഞാൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വാരി വലിച്ച് രണ്ടുപേരും എറിയാണ്. പിന്നെ അവസാനം എറിയാനൊന്നും കിട്ടിയില്ല. അവസാനം എനിക്ക് കിട്ടിയത് ഇതാണ്, ഈ സ്റ്റിക്ക് ചെയ്ത ബ്ലേഡ്. ഇതെടുത്ത് ഞാൻ എറിയെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഏട്ടാ അതിനുള്ളിൽ ബ്ലേഡാണ്, എറിയരുത്, മുറിയും എന്നൊക്കെ പറയേണ്ട ഏട്ടൻ. പക്ഷെ ഞാൻ എറിയെന്ന് പറഞ്ഞപ്പോൾ ഏട്ടന്മാർക്കൊരു പേടി എറിയുമെന്ന്. അപ്പോൾ ഏട്ടന്മാർ രണ്ടുപേരും ഭയങ്കര താളാത്മകമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് എൻ്റെ പുറകിൽ വന്ന് ഇത് വലിച്ചതാണ്. ഈ വലിച്ചതിൽ എൻ്റെ കൈയിൻ്റെ ഇവിടെ ഇതുവരെ കീറിപ്പോയി. അപ്പോൾ എൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അടയാളം ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ തൂങ്ങി കിടക്കുകയായിരുന്നു. ഇത് കണ്ട ഉടനെ ഏട്ടന്മാർ രണ്ടുപേരും ആർത്ത് വിളിച്ചു. അടുത്ത വീട്ടിലെ ആളുകളും അമ്മയൊക്കെ ഓടി വന്നു. കണ്ടവരൊക്കെ ബോധം കെട്ട് വീണ്. കാരണം ഒരു ഇറച്ചി കഷ്ണം ഇങ്ങനെ കിടക്കുകയാണേ, കറക്റ്റ് കീറിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ എൻ്റെ അങ്കിള് ബാത്റൂമിൽ നിന്ന് വന്നിട്ട് ആ കഷ്ണം അങ്ങനെ തന്നെ എടുത്ത് വെച്ചു. അപ്പോഴേക്ക് ബ്ലഡ് വരാൻ തുടങ്ങി. പിന്നെ അതൊരു തോർത്തിട്ട് കെട്ടി എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത മെഡിക്കൽ കോളേജ്, കോട്ടയസിലാണ് താമസിക്കുന്നത്. 8 സ്റ്റിച്ച് ഇട്ടു. ഏറ്റവും നല്ല മെമ്മറിയാണ്, ഇപ്പോഴും ഉണ്ട്. ചേട്ടന്മാർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കും, നിങ്ങളുടെ വികൃതി കാരണം. അല്ല, ആ ഒരു തുന്നിട്ട ഭാഗം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ചില സമയത്ത് ഞാൻ ഹാഫ് സ്ലീവ് ഷർട്ടൊക്കെ ഇടുമ്പോൾ പലരും ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന്. അപ്പം ഞാൻ കഥ പറയും. ഇത്ര നല്ല മെമ്മറി വേറെ ആർക്കെങ്കിലും ഉണ്ടാവും? ആർക്കും ഉണ്ടാവില്ല, ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും നമ്മുടെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. കട്ടപ്പാടത്തെ മാന്ത്രികളിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരുപാട് പ്രണയമുഹൂർത്തങ്ങളും ഒരു നാട്ടിൻപുറത്തെ നല്ലൊരു കഥയും എല്ലാ മലയാളി പ്രേക്ഷകർക്കും സാധാരണക്കാർക്കും റിലേറ്റ് ആവുന്ന ഒരു സിനിമയാണ്. അപ്പൊ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നല്ല സിനിമയെ എന്നും ഇരു കൈ നീട്ടി സ്വീകരിച്ചവരാണ് മലയാളികൾ. അങ്ങനെയാണെങ്കിൽ ഈ കട്ടപ്പാടത്തെ മാന്ത്രികനെയും നിങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. കുടുംബസമേതം കാണാവുന്ന ഒരു സിനിമ. ഒരു തെറിയോ ഒരു ദ്വയാർത്ഥ പ്രയോഗമോ ഒരാളെ കളിയാക്കലോ അങ്ങനെയൊന്നും ഈ സിനിമയിലില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കഥ ഇതിനകത്തുണ്ട്. അത് മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കഥാപാത്രം, ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടും പിന്നെ എൻ്റെ കൂടെ അഭിനയിക്കുന്ന മകൻ സുമിത്ത്, അവനും ഞാനും തമ്മിലുള്ളൊരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കരമാണ് സിനിമയിൽ. അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ സിനിമ കാണണം. മാന്ത്രികൻ ആരാണ്, എന്തിനാണ് ഈ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടതെന്നൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ ഓഗസ്റ്റ് 30 നിങ്ങൾ കുടുംബസമേതം പോയിട്ട് ഈ സിനിമ കാണണം എന്ന് വിനീതമായിട്ട് വിനോദ് അഭ്യർത്ഥിക്കുകയാണ്. ഒറ്റ സെക്കൻഡിൽ MIT മ്യൂസിയായിട്ട് ഒന്നും കൂടി ഒന്ന് വിളിച്ചു. അതെ, ഈ ഓഗസ്റ്റ് 30 നമ്മൾ മെയിൻ റോൾ ചെയ്തൊരു പടം വരുന്നുണ്ട്. പടത്തിൻ്റെ പേര് കട്ടപ്പാടത്തെ മാന്ത്രിക. ഉസാറ് പടാട്ടോ. നമ്മൾ അഭിനയിച്ചുകൊണ്ട് പറയല്ല, നമ്മളതിൻ്റെ അകത്ത് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ കഥ, മൂസല്ല കേട്ടോ, കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. അഭിനയിക്കാന്ന് പറയാൻ പറ്റില്ല. പിന്നെ സുമിത്തില്ലേ, സുമിത്തിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, യൂട്യൂബിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ തന്നെ. സുമിത്താണ് നമ്മുടെ മോനായിട്ട് അഭിനയിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള ചില അഭിനയ മുഹൂർത്ത കാണട്ടങ്ങൾ അത് കണ്ടില്ലേ, നഷ്ടമാണ്. അപ്പോൾ എന്തായാലും 30 തിയേറ്ററിൽ വരുന്നുണ്ട്. പള്ളർച്ചും പോയി കണ്ടോളി. താങ്ക് യു സോ മച്ച് ചേട്ടാ. ആൻഡ് യെസ്, കട്ടപ്പാടത്തെ മാന്ത്രികൻ നമുക്ക് കാണാം. ആ കഥ എന്തായാലും മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ദിസ് ഈസ് ആര്യ കൃഷ്ണ സൈനിങ് ഔട്ട് ഫ്രോം മാറ്റ്നി ലൈവ്.